യു.എസ്. പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് രഹസ്യരേഖകൾ പുറത്തുവിടാനുള്ള ഉത്തരവിട്ടിരിക്കുകയാണ്. അന്യഗ്രഹ ജീവികളെയും തിരിച്ചറിയപ്പെടാത്ത ആകാശ പ്രതിഭാസങ്ങളെയും സംബന്ധിച്ച രഹസ്യരേഖകൾ പുറത്തുവിടാനുള്ള ഉത്തരവാണ് ട്രംപ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. പ്രതിരോധ വകുപ്പ് ഉൾപ്പെടെയുള്ള അമേരിക്കൻ ഏജൻസികളോടാണ് ട്രംപ് ഇത് സംബന്ധിച്ച നടപടികൾ ആരംഭിക്കാൻ നിർദ്ദേശിച്ചത്. മുൻ പ്രസിഡന്റ് ബറാക് ഒബാമയുടെ വിഷയത്തിലെ മുൻ പ്രതികരണങ്ങളെ വിമർശിച്ചുകൊണ്ടാണ് ട്രംപിന്റെ ഈ നീക്കം എന്നത് ശ്രദ്ധേയമായിരിക്കുന്നു. ട്രൂത്ത് സോഷ്യൽ മീഡിയയിലൂടെയാണ് ട്രംപ് ഈ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. അന്യഗ്രഹ ജീവികൾ, തിരിച്ചറിയപ്പെടാത്ത ആകാശ പ്രതിഭാസങ്ങൾ, തിരിച്ചറിയപ്പെടാത്ത പറക്കുന്ന വസ്തുക്കൾ എന്നിവയുമായി ബന്ധപ്പെട്ട സർക്കാർ ഫയലുകൾ പുറത്തുവിടുന്നതിനുള്ള നടപടികൾ ആരംഭിക്കാൻ പ്രതിരോധ സെക്രട്ടറിയോടും മറ്റു വകുപ്പുകളോടും ഏജൻസികളോടും നിർദ്ദേശിച്ചിട്ടുണ്ട്. സങ്കീർണവും വളരെ രസകരവും പ്രധാനപ്പെട്ടതുമായ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ വിവരങ്ങളും ഇതിൽ ഉൾപ്പെടും. ദൈവം അമേരിക്കയെ അനുഗ്രഹിക്കട്ടെ എന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. അന്യഗ്രഹ ജീവികൾ യാഥാർത്ഥ്യമാണ് എന്ന ബറാക് ഒബാമയുടെ മുൻ പ്രതികരണത്തിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ നിർദ്ദേശം. ഒബാമയുടെ പ്രസ്താവനയെ ട്രംപ് രൂക്ഷമായി വിമർശിച്ചിരുന്നു. അദ്ദേഹം അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അതൊരു വലിയ തെറ്റായിരുന്നു എന്നായിരുന്നു ട്രംപ് പറഞ്ഞത്. അന്യഗ്രഹ ജീവികളുടെ നിലനിൽപ്പിനെക്കുറിച്ച് തനിക്കറിയില്ലെന്നും അതിൽ അഭിപ്രായം പറയാനില്ലെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ധാരാളം ആളുകൾ അന്യഗ്രഹ ജീവികളെ വിശ്വസിക്കുന്നു. രഹസ്യരേഖകൾ പുറത്തുവിട്ട് ഒബാമയുടെ സംശയം തീർത്തു നൽകുമെന്ന് ട്രംപ് അന്ന് പറഞ്ഞിരുന്നു. വ്യാഴാഴ്ച രാത്രിയാണ് രഹസ്യരേഖകൾ പുറത്തുവിടാൻ സർക്കാർ ഏജൻസികളോട് നിർദ്ദേശിക്കുന്നതെന്നും ട്രംപ് വ്യക്തമാക്കി. അതിനിടെ അന്യഗ്രഹ ജീവികളുടെ നിലനിൽപ്പിനെക്കുറിച്ചുള്ള തന്റെ അഭിപ്രായം ബറാക് ഒബാമ പിന്നീട് തിരുത്തിയിരുന്നു. പ്രപഞ്ചം വളരെ വലുതായതുകൊണ്ട് മറ്റു ഗ്രഹങ്ങളിൽ ജീവൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെങ്കിലും അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ വന്നതിന് തനിക്ക് തെളിവുകളൊന്നും ലഭിച്ചില്ലെന്നാണ് ഒബാമയുടെ പുതിയ വിശദീകരണം. ഈ രേഖകൾ പുറത്തുവരുന്നത് അന്യഗ്രഹ ജീവികളെയും അജ്ഞാത പറക്കും വസ്തുക്കളെയും കുറിച്ചുള്ള ദീർഘകാല ചർച്ചകൾക്ക് പുതിയ മാനം നൽകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മുൻ പ്രസിഡന്റ് ബറാക് ഒബാമ ഈ വിഷയത്തിൽ നേരത്തെ നടത്തിയ പ്രതികരണങ്ങളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ട്രംപ് പുതിയ പ്രഖ്യാപനം നടത്തിയത്. അന്യഗ്രഹ ജീവികൾ യാഥാർത്ഥ്യമാണ് എന്ന തരത്തിൽ ഒബാമ നടത്തിയ പരാമർശങ്ങൾ വലിയ തെറ്റാണെന്ന് ട്രംപ് ആരോപിക്കുന്നുണ്ട്. ഒബാമയുടെ വാക്കുകൾ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതാണെന്നും രഹസ്യരേഖകൾ പുറത്തുവിടുന്നതിലൂടെ ഒബാമയുടെയും മറ്റ് വിശ്വാസികളുടെയും സംശയങ്ങൾക്ക് അറുതി വരുത്തുമെന്നും ട്രംപ് പരിഹസിച്ചു. അന്യഗ്രഹ ജീവികളുടെ നിലനിൽപ്പിനെക്കുറിച്ച് തനിക്ക് വ്യക്തിപരമായി ഉറപ്പില്ലെന്നും എന്നാൽ ജനങ്ങൾക്ക് സത്യമറിയാൻ അവകാശമുണ്ടെന്നുമാണ് ട്രംപിന്റെ നിലപാട്. അതിനിടെ അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള തന്റെ മുൻ നിലപാടിൽ ഒബാമ മാറ്റം വരുത്തിയതും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. പ്രപഞ്ചത്തിന്റെ വലിപ്പം കണക്കിലെടുക്കുമ്പോൾ മറ്റു ഗ്രഹങ്ങളിൽ ജീവന്റെ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. എങ്കിലും അന്യഗ്രഹ ജീവികൾ ഭൂമി സന്ദർശിച്ചതിനോ പറക്കും തളികകൾ എത്തിയതിനോ ഉള്ള കൃത്യമായ തെളിവുകൾ തന്റെ ഭരണകാലത്ത് ലഭിച്ചിട്ടില്ലെന്നാണ് ഒബാമയുടെ പുതിയ വിശദീകരണം. നെവാഡയിൽ സ്ഥിതി ചെയ്യുന്ന അതീവ രഹസ്യ സ്വഭാവമുള്ള യു.എസ്. വ്യോമസേനാ താവളമാണ് ഏരിയ 51. അന്യഗ്രഹ ജീവികളെയോ അവയുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യകളെയോ സർക്കാർ അവിടെ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന തരത്തിലുള്ള നിരവധി ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ നിലവിലുണ്ട്. മുൻപും പലതവണ അന്യഗ്രഹ ജീവികളെക്കുറിച്ച് ഒബാമ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അന്യഗ്രഹ ജീവികളെക്കുറിച്ച് പരസ്യമായി പറയാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ടെന്ന് അദ്ദേഹം തമാശയായി പറഞ്ഞിരുന്നു. ഇത്തരം കാഴ്ചകളെക്കുറിച്ചുള്ള ഗവൺമെന്റ് രേഖകൾ പുറത്തുവന്നതോടെ ജനങ്ങൾക്കിടയിൽ ഈ വിഷയത്തിലുള്ള താൽപര്യവും വർദ്ധിച്ചിട്ടുണ്ട്. അമേരിക്കൻ സൈനികർ പലപ്പോഴായി ആകാശത്ത് കണ്ടെത്തിയ തിരിച്ചറിയപ്പെടാത്ത വസ്തുക്കളുടെ ദൃശ്യങ്ങൾ മുൻപും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ പിന്നാലെ സത്യാവസ്ഥ സർക്കാർ രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഈ രേഖകൾ പുറത്തുവിടാനുള്ള ട്രംപിന്റെ തീരുമാനം ശാസ്ത്രലോകത്തും രാഷ്ട്രീയ മേഖലയിലും ഒരുപോലെ ചലനമുണ്ടാക്കിയിട്ടുണ്ട്. ഇത് വെറുമൊരു രാഷ്ട്രീയ തന്ത്രമാണോ അതോ മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ വെളിപ്പെടുത്തലാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.